Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് കുറച്ച് ഞങ്ങൾ ആലോചിച്ച് എടുത്തിട്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഗസ്റ്റിനെ വിളിക്കാം. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോസിലും ഷോർട്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുപോകുന്ന ഒരാളാണ്. എന്റെ അനിയത്തിയാണ്. നമുക്ക് വിളിക്കാം. ബാ. ഹായ് ഗൈസ്. ഓക്കെ, ഇത് പേരെന്താന്നാ നമുക്ക് ചോദിക്കാം. എന്താ പേര്? ആൻസി. ഓക്കെ, അപ്പൊ ആൻസി എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ആൻസി എന്ത് ചെയ്യുന്നു? നഴ്സിംഗിന് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ആൻസി നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ആൻസിനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് മേക്കപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഫൗണ്ടേഷൻ, ആൻസിയുടെ ഒരു മോയ്സ്ചറൈസർ, അപ്പൊ അതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് രണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്ക്രീനിൽ ഒരു സൈഡിൽ കാണിക്കാം ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ആൻസി? ഓക്കെ, അതെടുക്കൂ. അപ്പൊ ഈ ഒരു ഷോൾ വെച്ചിട്ടാണ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരി, ഒന്നും കാണില്ല. ടൈറ്റായി. എനിക്ക് ലൈറ്റിന്റെ ആ റിങ് ഇങ്ങനെ കാണാം, അല്ലാണ്ട് ഇല്ല, ടൈറ്റാണ് ആക്ച്വലി. കാണണ്ട? എന്താ നീ ചെയ്യണം? കാണില്ലല്ലോ. ഇല്ല, കാണുന്നില്ല. തുടങ്ങിക്കോട്ടെ. ആദ്യം നമ്മള് ആൻസിയുടെ സ്കിൻ എന്ന് പറഞ്ഞാല് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ നല്ലൊരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം. ഇപ്പൊ ആൻസി ഇപ്പൊ തൽക്കാലം യൂസ് ചെയ്തോണ്ടിരിക്കുന്ന പോൺസിന്റെ ഈ മോയ്സ്ചറൈസർ. എന്താ ആൻസി ഇതിന്റെ പേര്? പോൺസ് കോൾ ക്രീം. ഈ കോൾ ക്രീം ആണ് ആൻസി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ആൻസിയുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈശോയെ, നമ്മള് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷൻ നമുക്ക് ഫേസിൽ ഇടാം. ഫൗണ്ടേഷൻ ഇനി എവിടെ നിന്ന് തപ്പി അന്വേഷണം കണ്ടുപിടിക്കുമല്ലോ. ഇതല്ലേ ഫൗണ്ടേഷൻ? അപ്പൊ ഇതാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. മെബിലൈന്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ 330 ആണെന്നാണ് എന്റെ വിശ്വാസം. നമ്മളുടെ സ്റ്റീൽ പാലറ്റിലേക്ക് ഫൗണ്ടേഷൻ ഇടുകയാണ്. ആൻസിക്ക് അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. നമുക്ക് കുറച്ചെടുക്കാം. എന്നിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ ബ്രഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രഷ് എടുത്തിട്ട് ഇതിൽ കൂടെ ആയിരിക്കും എന്റെ സ്കിൻ അറിയാമോ, കണ്ണടച്ചും കൂടെ മേക്കപ്പ് ചെയ്ത് സെറ്റ് ആക്കാം. സത്യം എനിക്കൊന്നും കണ്ടുകൂടാ. നമുക്ക് പാലറ്റ് വെച്ചിട്ട് നമുക്ക് ഫേസിൽ ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഫേസിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നെക്കിലും കൂടെ മേക്കപ്പ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് നെക്കിലും കൂടെ ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഉണ്ടെന്ന് ഡ്രസ്സിലായ ആൻസി. ഇല്ല, ഇനി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്റെ ഫേവറേറ്റ് ആട്ടോ ഇത്. മാക്കിന്റെ ഒക്കെ നല്ലതാ, പക്ഷെ ഇത് കുറച്ച് നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അങ്ങനെ കണ്ണടയ്ക്കോടാ. ഇതിന്റെ മുഖത്തേക്ക് തന്നെയാണ്. ഉണങ്ങിയാടാ ഫേസിന്ന്. ഓക്കെ, അപ്പൊ നമുക്കിനി ബ്ലഷ് യൂസ് ചെയ്യാം. അപ്പൊ അതിന് ഞാൻ ഇവിടെ എടുക്കുന്ന റെവല്യൂഷന്റെ ഒരു ബ്ലഷ് ആണ്. ഷെയ്ഡ് ഏതാന്ന് ഞാൻ മറന്നു. ഞാൻ സൈഡിൽ ഷെയ്ഡ് കൊടുക്കാട്ടോ.
ഞാൻ ബ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് അങ്ങനെ ബ്ലഷിന് വേണ്ടി ബ്രഷ് ഇപ്പം എടുത്തിട്ടില്ല. ഫുള്ളൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബ്ലഷ് ഇടാം. ഇതാണ് ബ്ലഷ്. ഇതിനകത്ത് ബ്ലഷും ഹൈലൈറ്ററും ഉണ്ട്. അപ്പൊ ഏതാ ബ്ലഷ് ഏതാ ഹൈലൈറ്റർ എന്ന് മനസ്സിലാവണല്ലോ. ഇതാണ് ബ്ലഷ്, ഇതാണ് ബ്ലഷ്. ഓക്കെ, രണ്ടും കൂടെ മിക്സ് ചെയ്യാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചീക്കിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് മൂക്കിലിട്ട് വെക്കാം. ഇവളുടെ നല്ല നീളമുള്ള മൂക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ് ഇവിടെ ഫേസിൽ. ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് ഐ ഷാഡോ ഇടാം. അപ്പൊ ഞാൻ ഹുദാ ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് പാലറ്റാണ് നമുക്ക് സൈഡിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ, ആ പാലറ്റാണ്. അപ്പോൾ എനിക്ക് അറിയില്ല ഷെയ്ഡ്സ് ഒക്കെ ഏതാണ്. അപ്പോൾ ആൻസിയുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്ക് പോവാം. അപ്പോൾ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ എടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ആൻസി ഇട്ടേക്കുന്ന ടോപ്പിന് ലൈക്ക് ജീൻസിന് ടോപ്പിന് മാച്ച് ചെയ്ത് ലൈറ്റ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതാണ് നമുക്ക് ഇട്ടേക്കൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് വർക്ക് ചെയ്യണം. ഓക്കെ, വീഡിയോ അത് ഈ പറഞ്ഞാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഒത്തിരി ഐബ്രോ ചെയ്തിട്ട് വെറുതെ ഓവർ ആക്കണ്ടാന്ന്. കാരണം എന്ന് വെച്ചാല് ഐബ്രോ ഒത്തിരി കട്ടിണ്ട് അവൾക്ക്. ഇനിയിപ്പോ ഈ ഡ്രസ്സിന് മാച്ച് ചെയ്തൊരു മേക്കപ്പ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഓവർ ആക്കണ്ടെന്ന് വിചാരിക്കണം. അല്ലാതെ തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഗൈസ്. ഇപ്പൊ ഞാൻ ഇനി ലിപ് ലൈനർ, ഇത് ലിപ് ലൈനർ അല്ലോ, ഇനി ഐലൈനർ ഇടണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് ഐലൈനർ ഇടാം. ഐലൈനർ ആൻസി വാങ്ങിയിട്ടുള്ള ഒരു ഐലൈനർ കേട്ടോ. ആൻസിയുടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നത്. ഒരു മെറ്റാലിക് രീതിയിലുള്ള ഒരു ഐലൈനർ. ആ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാണല്ലേ ആൻസി? ഓക്കെ, അപ്പൊ എനിക്കും ഇത് ഇഷ്ടമായിട്ടോ. നല്ല ഐലൈനർ ആണ്. ഇത് വരച്ച് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ ഒരു ഷെയ്ഡും കൂടെ വരും. അപ്പൊ നമുക്കത് എടുത്തിട്ട് ആൻസിക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ആൻസിയുടെ കണ്ണെവിടെയും കണ്ണൊക്കെ എനിക്ക് കിട്ടി ഗൈസ്. ഞാൻ പൊളിക്കും. ഇപ്രാവശ്യം ഞാൻ തകർക്കുക. നമ്മളൊരു തിൻ ലൈനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കഴിവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു തിന്നായിട്ട് ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, എനിവേസ് അപ്പൊ ഐലൈനർ അപ്ലൈ ചെയ്ത് എന്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രഷിന് കയ്യിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. എനിവേസ് ഇനി അടുത്തായിട്ട് നമുക്ക് ലിപ് ലൈനർ എടുക്കാം. ഇതല്ലേ ആൻസി ലിപ് ലൈനർ? ഇതെന്ന് വെച്ചാൽ എന്തൊക്കെയോ നേരത്തെ കണ്ടിട്ടുണ്ട്. എനിവേസ് മാർസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിപ് ലൈനേഴ്സ് ആണ്. ഇത് ഞാനൊരു ബോക്സ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഒരു 12 or 13 എന്തോ ലിപ് ലൈനേഴ്സ് ഉണ്ട്. എനിക്ക് 199 നിന്ന് ആമസോണിൽ എന്തോ കിട്ടിയതാ. വളരെ ക്രീമി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ആണ്. നമുക്ക് ബ്രൈഡ്സിനും അല്ലെങ്കിൽ നോർമൽ ഡേ ടു ഡേ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ലൈനേഴ്സ് ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ ഏതാ ലിപ് ലൈനർ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അതിന്റെ പിക്ചർ. എനിവേസ് ഇത് ഷെയ്ഡ് എന്താടാ? ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ? ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് അതാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ്. നമുക്ക് ആൻസിക്ക് ലിപ്പ് വരച്ചു കൊടുക്കാം. ആൻസിയുടെ ലിപ്പില്ലേ എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ് ആൻസിയുടെ മൂക്കും ലിപ്പും. എന്താ നല്ല ഷേപ്പ് ഉണ്ട് ആൻസിയുടെ ലിപ്പിനാണെങ്കിലും മൂക്കിനാണെങ്കിലും. പ്രൊമിനന്റ് ഫീച്ചേഴ്സ് ആണ് ഫേസിൽ. എനിക്ക് തോന്നുന്നു ആൻസിയുടെ കണ്ണും അതെ പ്രൊമിനന്റ് ഫീച്ചേഴ്സ് ആണ്. കണ്ണും ലിപ്പും മൂക്കും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ബിറ്റ്വീൻ ഡാഡി ഒന്ന് വിളിച്ചതുകൊണ്ട് നമുക്കൊന്ന് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. സോ അപ്പൊ നമ്മൾ ലിപ് ലൈനർ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ലിപ് ലൈനർ കണ്ടിന്യൂ ചെയ്യുകയാണ് ഗൈസ്. അപ്പൊ ലിപ് ലൈനർ ഇടയ്ക്കുള്ള എഴുന്നേറ്റ് പോയതുകൊണ്ട് എവിടെ വെച്ചിട്ടാണ് ഞാൻ നിർത്തിയതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്താ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കാവോ? പക്ഷെ എന്താ പറയാ ഐലൈനർ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കിയതാ ഗൈസ്.
അപ്പോൾ ഐലൈനർ അത്ര സക്സസ് ആയില്ല. പക്ഷെ ഇപ്രാവശ്യം ഐലൈനർ അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ലിപ്പ് പക്ഷെ പാളുമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണിനെയും മൂക്കിനെയൊക്കെ പറ്റിയല്ലേ? അപ്പൊ ആൻസിയുടെ ഫേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് കണ്ണ്, മൂക്ക്, ചുണ്ട്, ഈ മൂന്നും അടിപൊളിയായിട്ട് ആൻസിയുടെ നല്ല ഫീച്ചേഴ്സ് ആണ്. അപ്പൊ എനിവേസ് ഇപ്പൊ അത് നമ്മൾ ലിപ് ലൈനർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ലിപ് ലൈനർ എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഇടുന്ന എപ്പോഴും നല്ലതാ. ആ ഒരു സ്ട്രക്ചർ എന്താ പറയാ, ലിപ്പിന്റെ സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി സൂപ്പറാ. പിന്നെ അധികം സ്ട്രക്ചർ ഇല്ലാത്ത ലിപ്പാണെങ്കിൽ നമുക്ക് വരച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന മെബിലൈൻ്റെ തന്നെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ടാട്ടോ ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ചൂസ് ചെയ്തത് ലിപ് ലൈനറായിട്ട്. നമുക്ക് ഇതും ഇടാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഡൺ ആയിട്ടുണ്ട്. മേക്കപ്പ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എങ്ങനെയുണ്ട് ഞാൻ ചെയ്ത മേക്കപ്പ് ആൻസിക്ക്? സൂപ്പർ ആയിട്ടുണ്ടാ? ദിഗംബരനായിട്ടുണ്ട്. ദിഗംബരനാ? ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ചെയ്ത മേക്കപ്പ്? സൂപ്പർ ആയിട്ടുണ്ടാ? ഓക്കെ, അപ്പൊ എനിവേസ് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് ഗൈസ് ആൻസി പറയണേ. ദിഗംബരൻ എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. അയ്യോ ഗൈസ്, ഞാൻ കണ്ണ് താഴെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും സൂപ്പറായിട്ടൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ലിപ്പൊക്കെ നോക്കട്ടെ. എന്നാലും ഞാൻ കഴിഞ്ഞ തവണ ഒരു തവണ ട്രൈ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും ബെറ്റർ ആയി വന്നിട്ടുണ്ട് ലിപ്പ്. എന്തായാലും കൊള്ളാം. എന്റെ സ്കിൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമ്മള് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ എന്താ ആൻസി? ഞാൻ ചെയ്തരും ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ട് 2. അപ്പൊ ആ സമയത്ത് നമുക്ക് മസ്കാര ഒക്കെ എടുക്കാം അല്ലെ? ഇപ്രാവശ്യം നമ്മൾ മസ്കാര എടുക്കാൻ വിട്ടുപോയി. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ മസ്കാര ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ വെറൈറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പൊ ഒന്ന് സൈൻ ഓഫ് ചെയ്ത് ആൻസി. ബൈ. ഓക്കെ, ബൈ.